എല്ലാ കൂട്ടുകാർക്കും വി ആർ ഡി ജി ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ്, ഒന്നാമത്തെ ഇക്കായിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദുലാരെ പൽ. ഇക്കായി കാ നാം ഹൈ ദുലാരെ പൽ. ആ ദുലാരെ പൽ എന്ന യൂണിറ്റിൽ ധൂപ് ആ ഗയി കവിതയും ടോമി ഓർ മെയും പില്ല കവിത, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അത് നമുക്ക് ധൂപ് ആ ഗയി എന്ന കവിത നോക്കിയാലോ? അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ധൂപ് ആ ഗയി എന്ന കവിത ശ്രദ്ധിക്കുക. ധൂപ് ആ ഗയി കവിത കാ നാം ഹൈ ധൂപ് ആ ഗയി. പ്രയാഗ് ശുക്ല കവി കാ നാം ഹൈ പ്രയാഗ് ശുക്ല. ധൂപ് ആ ഗയി കവിതയുടെ പേര് ധൂപ് ആ ഗയി, കവിയുടെ പേര് പ്രയാഗ് ശുക്ല. धूप आ गई सुबह सुबह की, कलियाम प्यारी प्यारी महकी. कलियाम क्यारी क्यारी महकी, कलियाम इतनी सारी महकी. ആ വരികളുടെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. ധൂപ് ആ ഗയി. ധൂപ് ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ. ആ ഗയി ആ ഗയി വന്നു. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി. സുബഹ് പ്രഭാതം. അപ്പം പ്രഭാത സമയത്ത് എന്ത് വന്നു? വെയിൽ വന്നു. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി. കലിയാം പ്യാരി പ്യാരി മഹക്കി. കലിയാം കലിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂമൊട്ട്. പൂമൊട്ടിനാണ് കലിയാം എന്ന് പറയുന്നത്. അപ്പോൾ പൂമൊട്ടുകൾ എന്ത് ചെയ്തു? പ്യാരി പ്യാരി മഹക്കി. അപ്പോൾ ആ പ്രിയപ്പെട്ട, പ്യാരി പ്രിയപ്പെട്ട അല്ലെങ്കിൽ സ്നേഹമുള്ള ആ കലിയാം കലിയാം മൊട്ടുകൾ. മെഹക്കി മെഹക്കിന മണമുണ്ടാവുക, മണക്കുക, മണക്കുക എന്നാണ് അർത്ഥം. മെഹക്കി മണത്തു. കലിയാം ക്യാരി ക്യാരി മെഹക്കി. കലിയാം ഈ പൂമുട്ടുകൾ. ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം. ക്യാരി ക്യാരി മെഹക്കി. ഈ പൂന്തോട്ടം എവിടെയാണ് മണത്തത്? പൂന്തോട്ടങ്ങളിൽ. കലിയാം ഇത്തിനി സാരി മെഹക്കി. എല്ലാ പൂമുട്ടുകളും എന്ത് ചെയ്തു? മെഹക്കി മണത്തു എന്നാണ് പറയുന്നത്. കലിയാം കലിയാം പൂമുട്ടുകൾ. ഇത്തിനി ഇത്രയും. സാരി സാരി മുഴുവൻ. മെഹക്കി മെഹക്കി എന്ന് എന്താണ്? സുഗന്ധമുണ്ടായി അല്ലെങ്കിൽ മണമുണ്ടായി എന്നാണ്. ഒന്നും കൂടി നോക്കാം. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി. അപ്പം വെയിൽ വന്നു പ്രഭാത സമയത്ത്, രാവിലെ ആ സൂര്യൻ്റെ വെയിൽ വന്നു. കലിയാം പ്യാരി പ്യാരി മെഹക്കി. ആ സമയത്ത് പൂമുട്ടുകളെല്ലാം, ആ പ്രിയപ്പെട്ട എല്ലാ പൂമുട്ടുകളും എന്ത് ചെയ്തു? മണം ഉണ്ടായി അല്ലെങ്കിൽ അതിന് സുഗന്ധമുണ്ടായി. കലിയാം ക്യാരി ക്യാരി മെഹക്കി. അപ്പം ഈ ഓരോ തോട്ടത്തിലുള്ള, ക്യാരി എന്നത് പൂന്തോട്ടം, പൂന്തോട്ടത്തിലുള്ള ഓരോ പൂമുട്ടുകളും എന്ത് ചെയ്തു? സുഗന്ധമുള്ളതായി. കലിയാം ഇത്തിനി സാരി മെഹക്കി. ആ മുട്ടുകളെല്ലാം, മുഴുവൻ മുട്ടുകളും സുഗന്ധമുള്ളതായി. അടുത്ത വരികൾ നോക്കൂ. ഹവാ ബഹ് രഹി ടണ്ടി ടണ്ടി, घूम रही वह बहकी बहकी. उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. हवा बह रही ठंडी ठंडी. ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. ഹവ കാറ്റ്. ബഹ്രഹി ബഹ്ന എന്ന് പറഞ്ഞാൽ ഒഴുകുക. ഇവിടെ എന്താണ് അർത്ഥം? വീശുക. ടണ്ടി ടണ്ടി അപ്പോൾ തണുത്ത കാറ്റ് വീശി. പ്രഭാത സമയമാണ്, അപ്പോൾ തണുത്ത കാറ്റ് വീശി. ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി. എന്നിട്ട് ആ കാറ്റ് എന്ത് ചെയ്തു? എല്ലായിടത്തും ചുറ്റിക്കറങ്ങി നടന്നു. ഘൂം രഹി, ഘൂമന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, ചുറ്റി സഞ്ചരിക്കുക. ബഹക്കി ബഹക്കി അവിടെ എല്ലാം എന്ത് ചെയ്തു? അത് ചുറ്റിക്കറങ്ങി. ഉടുത്തി ഉടുത്തിയായി ചിടിയ. ആ സമയത്ത് എവിടെ നിന്നോ പറന്നു വന്നു പക്ഷികൾ. ഉടുത്തി ഉടുത്തി, ഉടുന എന്ന് പറഞ്ഞാൽ പറക്കുക. ആയി വന്നു, ചിടിയ പക്ഷികൾ. അപ്പം ആ സമയത്ത് പക്ഷികൾ എവിടെ നിന്നോ വന്നു. ഫുദക്ക് ഫുദക്ക് കർ വേബി ചഹക്കി. അവയും എന്ത് ചെയ്തു? അവയുടെ സൗണ്ടാൽ അവ എന്ത് ചെയ്തു? ചഹക്കി. ചഹക്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലയ്ക്കുക. പക്ഷിക്കൂട്ടം ചിലച്ചു. അപ്പം പ്രഭാതമായ സമയത്ത് എന്ത് ചെയ്തു? സൂര്യൻ്റെ വെയിൽ വന്നു. സൂര്യൻ്റെ വെയിൽ വന്നപ്പോൾ പൂമുട്ടുകളെല്ലാം മണമുള്ളതായി. പിന്നെന്താണ്? എവിടെ നിന്നോ കാറ്റ് എന്ത് ചെയ്തു? തണുത്ത കാറ്റ് വീശി. ആ സമയത്ത് പക്ഷികൾ കൂട്ടത്തോടു കൂടി വന്ന് ചിലച്ചു. പക്ഷികൾ ചിലച്ചു. അപ്പം മനസ്സിലായി കാണും. ധൂപ് ആ ഗയി എന്ന് പറഞ്ഞാൽ വെയിൽ വന്നു. കവിയുടെ പേര് പ്രയാഗ് ശുക്ല. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി. അപ്പം വെയിൽ വന്നു, പ്രഭാത സമയത്തിൽ വെയിൽ വന്നു. കലിയാം പ്യാരി പ്യാരി മെഹക്കി. അപ്പം ആ പ്രിയപ്പെട്ട സ്നേഹമുള്ള എല്ലാ മുട്ടുകളും മണമുള്ളതായി. കലിയാം ക്യാരി ക്യാരി മെഹക്കി. ഓരോ പൂന്തോട്ടത്തിലുള്ള മൊട്ടുകളും എന്ത് ചെയ്തു? മണത്തു. കലിയാം ഇത്തിനി സാരി
കലിയാം ഇത്തിനി സാരി മഹക്കി. അപ്പം എല്ലാ പൂമുട്ടുകളും എന്താണ്? സുഗന്ധമുള്ളതായി. ഹവാ ബഹ്രഹി ടണ്ടി ടണ്ടി. അപ്പം തണുത്ത കാറ്റ് വീശി. ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി. എന്നിട്ട് ആ കാറ്റ് എന്ത് ചെയ്തു? എല്ലായിടത്തും ചുറ്റിക്കറങ്ങി. ഉടുത്തി ഉടുത്തി ആയേ ചീടിയ. ആ സമയത്ത് എവിടെ നിന്നോ പറന്ന് പക്ഷികൾ വന്നു. ഫുദക്ക് ഫുദക്ക് കർ വേഭി ചകക്കി. അവയൊന്ത് ചെയ്തു? ചിറകടിച്ചു പറന്നുകൊണ്ട് എന്തൊക്കെയോ ചിലച്ചു. അപ്പോൾ അവയ്ക്ക് സന്തോഷമായി. അപ്പോൾ അതാണ് ധൂപ് ആകെ എന്ന് പറഞ്ഞ കവിത. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണാം. അടുത്ത് നമുക്ക് എന്താണ് ഒരു ചിത്രകഥ നോക്കാം. ടോമി ഓർ മെയിം. ടോമി ഓർ മെയിം. ടോമി കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ടോമി ഒരു പട്ടിക്കുട്ടിയുടെ പേരാണ്. ടോമി ഓർ മെയിം. ടോമിയും ഞാനും. നമുക്ക് നോക്കാം. ആ ചിത്രത്തിൽ ശ്രദ്ധിക്കുക. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് മെയിം നീതുഹും. ഞാൻ നീതു ആകുന്നു. മെയിം നീതുഹും. ഞാൻ ആരാകുന്നു? ഞാൻ നീതു ആകുന്നു. അതേപോലെ നിങ്ങളും സ്വയം പറയണം. മെയിം അരുൺഹും. മെയിം വിമൽഹും. മെയിം ആശാഹും. അങ്ങനെ പറഞ്ഞു പഠിക്കുക. മെയിം ഹും. മെയിം എന്ന് ചേർക്കുമ്പോഴത്തേക്ക് മെയിം എന്ന് പ്രയോഗിക്കുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കാനുള്ള ഹും എന്നാണ്. അതാണ് അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മെയിം നീതുഹും. അടുത്ത ചിത്രം നോക്കും. വഹ് സർദിയോം കി രാത്ത് ദി. വഹ് അത്. വഹ് സർദിയോം കി രാത്ത് ദി. അപ്പോൾ അതൊരു തണുപ്പുള്ള സർദിയോം. സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്. വഹ് എന്ന് പറഞ്ഞാൽ അത്. കി രാത്ത് ദി. രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയായിരുന്നു. അപ്പോൾ നമ്മുടെ നീതു ഉറങ്ങാൻ കിടന്നു. രാത്രി, തണുത്ത ഒരു രാത്രി. അപ്പം നോക്കൂ, അടുത്ത ചിത്രത്തിൽ അവൾ എന്തോ ഒരു ഒച്ച കേട്ടു. ജന്നൽ വഴി നോക്കുന്നതാണ് ആ ചിത്രം. അടുത്ത ചിത്രത്തിൽ നോക്കുക. അവളിപ്പം താഴോട്ട് വന്ന് ടോർച്ചടിച്ച് നോക്കി. എന്താണത്? ഒരു പട്ടിക്കുട്ടി അല്ലേ? ആ പട്ടിക്കുട്ടി അവൾ എന്ത് ചെയ്ത് കാണും? പട്ടിക്കുട്ടി എടുത്തുകൊണ്ട് അവൾ അതിനെ എന്താണ് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അതിനെ പൊതിച്ചു. അതിനെ അവൾ എന്ത് ചെയ്തു? അവൾ കിടക്കുന്ന റൂമിലോട്ട് കൊണ്ടുപോയി. ഉസേ ചായക്ക് സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത്ത് പസന്ത് താ. അപ്പോൾ ആ പട്ടിക്കുട്ടിക്ക് ഉസേ അതിനെ ചായക്ക് സാത്ത്. ചായ എന്ന് പറഞ്ഞാൽ ചായ. കേസാത്ത് കൂടെ. ബിസ്ക്കറ്റ് എന്താണ്? ബിസ്ക്കറ്റ്. ഖാന ബഹുത്ത് പസന്ത് താ. ആ പട്ടിക്കുട്ടിക്ക് ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. മനസ്സിലായോ? അടുത്ത് നോക്കാം. അടുത്ത ചിത്രം. ഓർ മേരെ സാത്ത് ഖേൽന. പിന്നെ നമ്മുടെ നീതു പട്ടിക്കുട്ടി എടുത്ത് പറഞ്ഞു. ഓർ മേരെ സാത്ത് ഖേൽന. ഇനി നീ എന്ത് ചെയ്യണം? മേരെ സാത്ത് ഖേൽന. മേരെ സാത്ത് എൻ്റെ കൂടെ. മേരെ സാത്ത് എൻ്റെ കൂടെ. ഖേൽന കളിക്കുക. അപ്പം എൻ്റെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞു. പങ്കയ്ക്ക് നീച്ചെ സോന. പങ്കയ്ക്ക് നീച്ചെ. പങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൻ. പങ്ക കെ നീച്ചെ താഴെ. സോന ഉറങ്ങുക. അപ്പം ഖേൽന എൻ്റെ കൂടെ കളിക്കണം. സോന എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങുക. പങ്കയ്ക്ക് നീച്ചെ സോന. അപ്പം ഫാനിൻ്റെ താഴെ എന്ത് ചെയ്യണം? ഉറങ്ങണം. और मेरे साथ खेलना. എൻ്റെ കൂടെ കളിക്കണം. പങ്കയ്ക്ക് നീച്ച് സോന. और കിതാബ് പഠന. പിന്നെ എന്താണ്? കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകം. കിതാബ് പഠന വായിക്കുക. അപ്പം എൻ്റെ കൂടെ പുസ്തകവും വായിക്കണം. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? അത് ഒന്നുകൂടി നമുക്ക് ആ ചിത്രകഥ നോക്കാം. എന്താണ് അവിടെ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. അപ്പം ആദ്യം ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ ചിത്രത്തിൽ പറയുകയാണ് മെയിം നീതുഹും. ആ പെൺകുട്ടി സ്വയം പരിചയപ്പെടുത്തുകയാണ്. മെയിം നീതുഹും അത് പറഞ്ഞു. അടുത്ത ചിത്രം നമുക്ക് കാണിച്ചിരിക്കുന്നത് ആ പെൺകുട്ടി ഉറങ്ങാൻ കിടക്കുന്നതാണ്. ആ സമയം ഏത് സമയമാണ്? രാത്രി സമയമാണ്. ഏത് കാലാവസ്ഥയാണ്? തണുപ്പ്. അതാണ് പറയുന്നത്. വഹ് സർദിയോം കി രാത്രി. അതൊരു തണുപ്പുള്ള രാത്രിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ചിത്രത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നീതു ജന്നൽ വഴി നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ഒരു പട്ടിക്കുട്ടിയെ കാണുകയാണ്. അവൾ ടോർച്ചടിച്ച് പുറത്ത് വരുന്നു. ആ പട്ടിക്കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവൾ ആ പുതപ്പും പിന്നെ എന്താണ് അതിനെ ഒരു കുട്ടയിലാക്കി അവളുടെ റൂമിൽ കൊണ്ടുവരുന്നു. ഉസേ ചായക്ക് സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത്ത് പസന്ത് താ. പിന്നീട് ആ പട്ടിക്കുട്ടിയും അവളും ഒരുമിച്ചായി. അപ്പം പട്ടിക്കുട്ടിക്ക് കഴിക്കുന്നതിൽ ചായയും ബിസ്ക്കറ്റും, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നതാണ് അതിനെ ഇഷ്ടം എന്ന് പറയുന്നു. ചായക്ക് സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത്ത് പസന്ത് താ. അതിനുശേഷമുള്ള പേജിൽ നോക്കുമ്പോഴത്തേക്ക് ഓർ മേരെ സാത്ത് ഖേൽന. എൻ്റെ കൂടെ കളിക്കണം. മേരെ സാത്ത് ഖേൽന. എൻ്റെ കൂടെ കളിക്കണം. ഖേൽന കളിക്കണം. പങ്കയ്ക്ക് നീച്ച് സോന. ഫാനിൻ്റെ ചുവട്ടിൽ എന്ത് ചെയ്യുക? നീച്ച് സോന ഉറങ്ങുക. ഓർ കിതാബ് പഠന. പിന്നെ പുസ്തകം പഠിക്കണം.
അടുത്ത പേജ് നോക്കുകയാണെങ്കിൽ ഉസെ മേരെ ബാഹർ ജാന ബിൽക്കുൽ അച്ഛ നഹിം ലഗ്താദ. അതിനെന്താണ്? ഞാൻ പുറത്തു പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഉസെ അതിന്, മേര എൻ്റെ, ബാഹർ ജാന പുറത്തു പോവുക ബാഹർ ജാന. ഇപ്പോൾ സ്കൂളിലാവാം, വേറെ എവിടെയെങ്കിലും ആവാം, അവൾ പുറത്തു പോകുന്നത്. ജാന ബിൽക്കുൽ അച്ഛാ നഹിം ലഗ്താദ, ബിൽക്കുൽ ഒരിക്കലും, ബിൽക്കുൽ അച്ഛാ നഹിം ലഗ്താദ, അച്ഛ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് തോന്നിയില്ല. അതായത് അവൾ പുറത്തോട്ട് പോകുന്നത് ആർക്ക് ഇഷ്ടമല്ലായിരുന്നു? ആ പട്ടിക്കുട്ടിക്ക്. മനസ്സിലായോ? ഉസേ മേര ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹിം ലഗ്താദ, അച്ഛാ നഹിം ലഗ്താദ. അപ്പോൾ ആ പട്ടിക്കുട്ടിക്ക് എന്താണ്? നമ്മുടെ നീതു പുറത്തു പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. हम जब साथ होते तो बहुत खुश रहते, हम जब साथ होते तो बहुत खुश रहते. हम എന്ന് നമ്മൾ, ആരൊക്കെയാണ്? ആ പട്ടിക്കുട്ടിയും നീതു. ഇനി പട്ടിക്കുട്ടിക്ക് ഹിന്ദിയിൽ എന്താണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പട്ടിക്ക് ഹിന്ദിയിൽ കുത്ത എന്ന് പറയും. പട്ടിക്കുട്ടിക്ക് എന്താണ്? പില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ പരിചയപ്പെട്ട പട്ടിക്കുട്ടിയുടെ ഹിന്ദി എന്താണ്? പില്ല. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ. അപ്പം നമ്മളെപ്പോൾ അടുത്തിരിക്കുന്ന ആ സമയം എന്താണ്? അതിന് വളരെയധികം സന്തോഷമാണ് ആ പട്ടിക്കുട്ടിക്ക്, ആ പില്ലയ്ക്ക്. മനസ്സിലായോ? ഹം ജബ് സാത്ത് ഹോത്തെ, എപ്പോഴാണ് നമ്മൾ കൂടെ ഉള്ളത്? സാത്ത് കൂടെ. തോ ബഹുത് ഖുഷ് ഹോത, ബഹുത് വളരെയധികം, ഖുഷ് സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ അത് മനസ്സിലായല്ലോ. അത് മനസ്സിലായി. നമുക്ക് ആ പില്ലയെ പറ്റിയുള്ളൊരു ചെറിയൊരു കവിത നോക്കിയാലോ. പില്ല, സഫ്ദർ ഹാഷ്മിയുടെ ഒരു കവിതയാണ്. नीदू कादा पिल्ला एक बदन पे उसके रुए अनेक, छोटी टांगे लंबी पूंछ, पूरी दाढ़ी काली मूंछ, मक्की से वह लड़ता था, खड़े खड़े गिर पड़ता था. നോക്കിയാലോ നമുക്കൊന്ന്. നീതു കാദ പില്ലായേക്ക്, നീതു കാദ പില്ലായേക്ക്. നമ്മൾ നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. പില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിക്കുട്ടി. ബദൻ പേ ഉസ്കെ രുയേ അനേക്, ബദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം, ഫേസ്. ബദൻ പേ ഉസ്കെ രുയേ അനേക്, രുയേ എന്ന് പറഞ്ഞാൽ പഞ്ഞു പോലത്തെ രോമം, രുയേ അനേക്, പഞ്ഞു പോലത്തെ രോമം ഉണ്ടായിരുന്നു. ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്, പിന്നെ എന്താണ്? ചെറിയ കൈകൾ, കാലുകൾ. ലംബി പൂഞ്ച്, നീളമുള്ള, എന്താണ്? നീളമുള്ള വാല്. പൂഞ്ച് എന്ന് പറഞ്ഞാൽ വാല്. ലംബി നീളമുള്ള, പൂഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്. ഭൂരി ദാടി കാലി മൂഞ്ച്, ഭൂരി ദാടി ഏതാണ്? ബ്രൗൺ നിറത്തിലുള്ള ദാടി, താടി. കാലി മൂഞ്ച്, കറുത്ത മീശകളുണ്ട്. മൂഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മീശ. കാലി, കറുത്തത്. മക്കി സേ വഹ്ലടുത്താത, മക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച. മക്കി സേ വഹ്ലടുത്താത. അപ്പോൾ അതെന്ത് ചെയ്യും? ആരെ കൂടെയാണ് കളിക്കുന്നത്? ആരെ കൂടെയാണ് യുദ്ധം വയ്ക്കുന്നത്? ലഡിന എന്ന് പറഞ്ഞാൽ പൊരുതുക, യുദ്ധം വയ്ക്കുക എന്നാണ് അർത്ഥം. ഇവിടെ എന്താണ്? മക്കി സേ വഹ്ലടുത്താത. അപ്പം ആരുടെ കൂടെയാണ് അത് യുദ്ധം വയ്ക്കുന്നത്, കളിക്കുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ എന്താണ് വഴക്ക് കൂടുന്നത്? ആരെവിടെയാണ്? മക്കി സേ വഹ്ലടുത്താത, ഖടേ ഖടേ ഗിർ പടുത്താത, എണീറ്റ് നിൽക്കുക. ഖടേ എന്ന് പറഞ്ഞാൽ ഖടേ ഹോജാണ്, എണീറ്റ് നിൽക്കുക. ഗിർ പടുത്ത, ഗിറിന് വീഴുക. അപ്പം എണീറ്റ് നിൽക്കും, വീഴും. മനസ്സിലായോ? ഒന്നുകൂടി നോക്കിയാലോ. നീതു കാദ പില്ലായേക്ക്, നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ രുയേ അനേക, അതിൻ്റെ മുഖത്ത് എന്താണ്? നിറച്ചും പഞ്ഞു പോലത്തെ രോമമുണ്ട്. ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്, ചെറിയ കാലും കൈയൊക്കെ ആണ്. പിന്നെ ലംബി പൂഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്, അതിന് നീളമുള്ള വാലുണ്ട്. ഭൂരി ദാടി കാലി മൂഞ്ച്, പിന്നെ എന്താണ്? ബ്രൗൺ നിറത്തിലുള്ള താടി. കാലി മൂഞ്ച്, കറുത്ത മീശകളുണ്ട്. മക്കി സേ വഹ്ലടുത്താത, മക്കിയോടൊപ്പം അതെന്ത് ചെയ്യും? യുദ്ധം ചെയ്യുക, അടിവയ്ക്കും. ഖടേ ഖടേ ഗിർ പടുത്താത, എണീറ്റ് നിന്ന് അത് താഴെ വന്ന് വീഴും. എണീറ്റ് നിൽക്കുക, താഴെ വീഴുക. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കവിതകളും രണ്ട് കവിത നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കിയത്
കവിതയുടെ പേര് ധൂപ് ആ ഗയി. ധൂപ് ആ ഗയി എന്ന് പറഞ്ഞ കവിതയും നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതേപോലെ പില്ല എന്ന് പറഞ്ഞ കവിതയും പിന്നെ നമ്മളൊരു ചിത്രകഥ, ചെറിയൊരു ചിത്രകഥയും മനസ്സിലാക്കി. അപ്പോൾ കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്കും കൂടി നോക്കി അതിൻ്റെ ആശയം മനസ്സിലാക്കുക, വീഡിയോയും കണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആശയം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ പ്രയോജനകരമായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ വരും ദിവസങ്ങളിൽ കണ്ടുമുട്ടും. ഏവർക്കും നന്ദി.